കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പരസ്പരം തമ്മിൽ തല്ലി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുമെന്നുള്ള ചിലരുടെ മോഹങ്ങൾക്ക് എന്നേക്കുമായ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുകയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം. കഴിഞ്ഞ ദിവസം നേതാക്കളെ ഡൽഹി വിളിപ്പിച്ചപ്പോൾ ചില പൊട്ടിത്തെറികൾ പലരും പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, പാർട്ടി ഇപ്പോൾ ഒറ്റക്കെട്ടായി മത്സരത്തിന് ഇറങ്ങാൻ സജ്ജമായി കഴിഞ്ഞുവെന്നതാണ് നേതൃത്വം പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് UDF 100 സീറ്റുകൾ പിടിക്കുമെന്ന് ഹൈക്കമാൻഡ് നേതാക്കളുമായുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവായ DD സതീശൻ പറഞ്ഞതോടെ അത്യന്തം ആവേശത്തിലാണ് UDF ക്യാമ്പുള്ളത്. എത്ര സീറ്റ് കിട്ടുമെന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യത്തിനായിരുന്നു VD സതീശന്റെ മറുപടി. മുഖ്യമന്ത്രിയാകാൻ താനില്ലെന്നും സതീശൻ ദേശീയ നേതാക്കളെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ആരെന്ന് പാർട്ടിക്ക് തീരുമാനിക്കും. പക്ഷെ ആ പേരുകളിൽ തന്നെ മാറ്റി നിർത്തണമെന്നതാണ് സതീശൻ പാർട്ടി നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. അതിനുള്ള ഒരു പ്രധാന കാരണം ഈ തെരഞ്ഞെടുപ്പ് ഡു ഓർ ഡൈ ആണ്. നിലനിൽപ്പാണ് പ്രധാനം. തന്റെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പിൽ UDF മുന്നണിയെ വിജയിപ്പിക്കുക എന്നതാണ്. താനും മുഖ്യമന്ത്രി സീറ്റിനായി മത്സരിക്കാൻ തയ്യാറായാൽ പിന്നെ ആര് തെരഞ്ഞെടുപ്പിൽ നേതൃത്വം നൽകുമെന്നുള്ള ചോദ്യമാണ് സതീശൻ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും സതീശന് കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്. കോൺഗ്രസ് ഒറ്റയ്ക്ക് 65 സീറ്റിൽ വിജയിക്കുമെന്നുള്ള വാക്ക് നൽകി കഴിഞ്ഞു VD സതീശൻ. 90-ലധികം സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. 21 സീറ്റുകൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. സിറ്റിംഗ് സീറ്റുകൾക്കൊപ്പം അധികമായി 44 സീറ്റുകൾ വരെ നേടാനാകുമെന്നാണ് കണക്കുകൾ നിരത്തിക്കൊണ്ട് സതീശൻ തറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും VD സതീശൻ ചിലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. കഴിഞ്ഞകാല ഉദാഹരണങ്ങൾ എടുത്തു നോക്കിയാൽ ആ കാര്യങ്ങൾ നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാറ്റിലും സതീശന്റെ കണക്കുകൂട്ടലുകളായിരുന്നു ശരി. തൃക്കാക്കരയും പുതുപ്പള്ളിയും പാലക്കാടും സതീശൻ നൽകിയ കണക്ക് അച്ചട്ടായിരുന്നു. ചേലക്കരയിൽ പരാജയപ്പെട്ടെങ്കിലും സതീശന്റെ കണക്കായിരുന്നു അവിടെ കൃത്യമായത്. 40,000-ൽ പരം ഭൂരിപക്ഷം ലഭിച്ച ആ മണ്ഡലത്തിൽ CPM-നെ 10,000-ൽ ഒതുക്കാൻ UDF നേതൃത്വത്തിന് സാധിച്ചിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന് 65 സീറ്റുകൾ ഒറ്റയ്ക്ക് നേടാൻ സാധിക്കുമെന്നുള്ള സതീശന്റെ കണക്ക് കോൺഗ്രസ് പ്രവർത്തകരിൽ ആവേശം ഉണ്ടാക്കിയിരുന്നു. 100+ സീറ്റാണ് UDF ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് നൽകിയ ഉറപ്പ് പാലിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഡൽഹിയിൽ നിന്നും മടങ്ങിയിരിക്കുന്നത്.